ഹലോ. ഇന്ന് എന്താപ്പം ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പേപ്പർ ഡെയിലീസ് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ്സിലത്തെ കുറച്ച് കുട്ടികൾ എങ്ങനെ ഞാനൊരു ദിവസം ഉണ്ടാക്കി പോയപ്പോൾ എങ്ങനെയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കോടുള്ളൊരു ഉപകാരപ്പെട്ടൊരു വീഡിയോ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് ഒരു A4 ഇത് പേപ്പറോ, ഞാനിപ്പോൾ പേപ്പറാണ് എടുക്കുന്നത്. ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യാനൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ടാണ് പേപ്പർ എടുക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾസ് ഇതുപോലെ വരച്ചെടുക്കണം. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ സർക്കിൾസ് വരച്ചെടുക്കുക. ഞാൻ വാച്ച് വാങ്ങുമ്പോൾ കിട്ടിയ ആ ഒരു പെട്ടി കൊണ്ടാണ് സർക്കിൾ വരച്ചെടുത്തത്. ഞാനിപ്പോൾ 3 ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ 3 സർക്കിൾസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച് തരുന്നതാണ് മടക്കുക. ഇതിപ്പോൾ ഞാൻ 3 ടൈപ്പാണ് ചെയ്യുന്നത്. ഒന്ന് എനിക്ക് അറിയുന്ന യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസൈന്, അതും രണ്ടാമത്തതും യൂട്യൂബ് കണ്ടൊരു ഡിസൈൻ, പിന്നെ മൂന്നാമത്തതൊരു വലിയ പരീക്ഷണം, എൻ്റെ മൈൻഡിൽ തോന്നിയൊരു വലിയ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ അത് വലിയ രസമല്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു വേണം മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതെന്താ പറയുക, പഞ്ചർ എന്നാണ് പറയുക, പഞ്ചർ. അത് വെച്ചിട്ട് നമ്മളിതുപോലെ ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പഞ്ച് ചെയ്ത് മാറ്റുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ പഞ്ച് ചെയ്യാൻ. പക്ഷേ എല്ലായിടത്തും ഇതിൻ്റെ ഇതാവും, അതാണ് ഒരു വലിയ കുഴപ്പം. അപ്പം അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ലൈൻ മൊത്തം ഒരു വരി ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. പിന്നെ അതിൻ്റെ താഴായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഇങ്ങനെ പഞ്ചർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാനൊക്കെ. പക്ഷെ അത് അടിച്ചു വരണം എന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഫുള്ള് ഇതിൻ്റെ ആ ഒരു റൗണ്ട് ഇതാവും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സിമ്പിളാണ് ഇത്. നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് നമ്മളിങ്ങനെ പഞ്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തുറന്നു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയാണ്. എനിക്ക് ഫസ്റ്റത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് ചിലപ്പോൾ ഞാൻ ബുക്കിലൊക്കെ ഞാൻ ഇപ്പം തന്നെ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതാണ് ഫസ്റ്റ് എത്തത്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഒരു ഫ്ലോ പ്ലസ് കുഴപ്പമില്ലാത്തൊരു രീതിക്ക്. ഇത് പേപ്പർ റിലീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റും. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക, നേരത്തെ മടക്കണം. പിന്നെ ഒന്നും കൂടി ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്നും കൂടി ഒരു മടക്കുക. പിന്നെ ഒരു തവണയും കൂടി ഒന്നും കൂടി മടക്കി കൊടുക്കുക. പിന്നെ ഞാൻ പെൻസിലുകൊണ്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത ഇതുപോലെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തെടുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ ഉണ്ടല്ലേ. എന്നിട്ട് അത് തുറന്നു കൊടുക്കുക. സിമ്പിളാണ്. പക്ഷേ ഇത് നല്ല രസമുണ്ട്. പക്ഷേ ഇത് പേപ്പർ ഡോളീസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നിട്ട് ഓണപ്പൂക്കളൊക്കെ ഇട്ട പോലെയൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ്. പിന്നെ മൂന്നാമത്തത് ഒരു വലിയ പരീക്ഷണമാണ്. പക്ഷേ ഇതും നോട്ട് ബാഡ് അങ്ങനെ വേണം പറയാം, കുഴപ്പമില്ല എന്ന് പറയാം. ചിരിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ കാണിച്ചതുപോലെ തന്നെ മടക്കുക. പിന്നെ ഒരു മടക്ക് മാത്രം അല്ലാതെ മടക്കിയാൽ മതി കേട്ടോ. എക്സ്ട്രാ 2 മടക്ക് മടക്കണ്ട, ഒരു മടക്ക് മടക്കിയാൽ മതി. ഇതുപോലെ ഒരു മടക്ക് മാത്രം മടിക്കാൻ മതി കേട്ടോ. 2 മടക്ക് അല്ലാതെ എക്സ്ട്രാ നമുക്ക് മടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഞാനൊരു ഫ്ലവർ പോലെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ പെൻസിൽ വെച്ചിട്ട് ഒരു ആർച്ച് ഷേപ്പിൽ ഇതുപോലെ വരച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതോളം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തല്ലോ. ഇതൊക്കെ എൻ്റെ ഓൺ ബുദ്ധിയാണെന്ന് പറയാം, അങ്ങനെ പറയാൻ പറ്റൂ. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഈ ഒരു ഇതിലായിട്ട് ഈ ആർച്ച് ഷേപ്പ് മുറിച്ചതിൻ്റെ അടുത്തിട്ടായിട്ട് ഇതുപോലെ കുറേ ഇങ്ങനെ വരിയായിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷേ ഈ പഞ്ചാറിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ ഇത് കുടുങ്ങി കിടക്കും. അപ്പം ചെറിയൊരു ഭ്രാന്ത് പിടിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ കടിച്ച് പിടിച്ച് അത് മാറ്റുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പകുതിയായിട്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തു. അതും ചിരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കിപ്പോഴും ചിരിയാണ് വരുന്നത് ലാസ്റ്റ് റിസൾട്ട് ആലോചിക്കുമ്പം തന്നെ. അപ്പം ഇതുപോലെയൊക്കെ പഞ്ചർ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. പഞ്ചർ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സിസേഴ്സ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ അത് ഭയങ്കര ടഫാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചർ യൂസ് ചെയ്തത്. അതിപ്പം എങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെയാണ് എനിക്ക് വലിയൊരു തെറ്റ് പറ്റിയത്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇതുപോലെ ചെയ്ത് കൊടുത്തു. അത് വലിയൊരു മോശമായിപ്പോയി കേട്ടോ. അത് മഹാമോശമായി. അങ്ങനെ ചെയ്യാതിരിക്കുക.
ഓക്കെ, ഞാൻ 2 സൈഡും ആക്കിയപ്പോൾ എനിക്ക് ട്രീ പോലെയൊക്കെയാണ് തോന്നിയത്. പിന്നെ ലാസ്റ്റായിട്ട് ഫ്ലവറിനൊക്കെ ഉണ്ടാവല്ലോ ഒരു നടുവിലൊരു ഇത്, അതുപോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും ഒരു വൻ ഫ്ലോപ്പായിരുന്നു. അപ്പം ലാസ്റ്റത് മാത്രം സ്കിപ്പ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ബാഡ്, അങ്ങനെ വേണം പറയാം. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ചൊക്കെ ഒരു അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഞാനിപ്പം ലാസ്റ്റ് എന്ന് പറഞ്ഞ റിസൾട്ട് കേട്ടോ. നടുവിലൊരു ഫ്ലവർ, പിന്നെ ഇതൾ പോലെ, അത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. എന്നാലും ജേണലിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റത്തത് ഈ ഒരു ഇതാണ് എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. പിന്നെ രണ്ടാമത്തത് പറയുന്നത് ഇതാണ്, ഇതൊരു ഓണപ്പൂക്കൾ ഇട്ടതുപോലെ, ഇതും എനിക്കിഷ്ടമായിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത് ഇതാണ്, ഇത് ഒരു പൂവ് പോലെ, 3 തീംസ് ഉണ്ട്. ഇതൊരു പൂവ് പോലെ ആയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ 3 ഏതാ ഇഷ്ടപ്പെട്ടെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരേക്കും ബൈ.